വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് മട്ടൻ ബിരിയാണി വെച്ചെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോന് കുറച്ച് കൂടുതലുള്ളൂ. പിന്നെ ഒരു 3 തക്കാളി, ഒരു 2-3 സവാള, കുറച്ച് മല്ലിയില, പുതിന, തൈര്, ഇങ്ങനത്തെ 1 ടീസ്പൂൺ 2 ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്. പച്ചമുളകൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചില പച്ചമുളക് തീരെ എരിവുണ്ടാവില്ല, കുറച്ച് ചേർന്ന്. ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇതേപോലെ കുഴച്ചെടുക്കാം, നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഇതൊക്കെ ഇതിലേക്ക് കയറും. ഈ സവാളൻ്റെ ഇത് ഞാൻ 2 കപ്പ് കയമ അരിയാണ് എടുക്കുന്നത്. കയമ റോസ്. ഇതാണ് അരി. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചോറ് മസാല ഉണ്ടാക്കിയെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മസാല ഇതിലേക്ക് വെക്കാം. നന്നായി കുഴച്ച് വെച്ചതാണ് ഈ മസാല. അപ്പം നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ മട്ടൻ ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാം നല്ലോണം കുഴച്ച് വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. ഇത് വാഴട്ട് ഒരു ചെമ്പടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ആട്ടരച്ചില്ല. അപ്പം അതിനൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടാവും. കുറച്ച് മസാല, ഗരം മസാല എല്ലാം ഉണ്ടായി വെച്ചിട്ടുണ്ട്. കുറച്ച് പൊരിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെന്നെ ഉള്ളി ഇട്ടിട്ട് പൊരിച്ചാലും മതി. കാരണം എൻ്റെ അടുത്ത് പൊരിച്ച ഉള്ളി കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ അരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്തെടുത്ത് ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് വറന്ന് വരട്ടെ. അരി നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. ഉണ്ടോ? ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് നന്നായി ഒന്ന് വറന്ന് വരണം. അപ്പം നല്ലൊരു മണം വരും. അപ്പം നമ്മൾ തീ ഓഫാക്കുക. ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പം ആ മസാലേൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ഒഴിച്ച് വെക്കുന്നത്. അത് 4 കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് തിളച്ച വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ വറുത്ത അരിക്ക്. ഇനിയിപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവട്ടെ. ഇതിൽ കിടന്നിട്ട് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ഈ ദമ്മിടുമ്പോൾ ചോറ് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. കണ്ടോ? കുറച്ച് ചോറല്ലേ ഉള്ളൂ. കുറേ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റാം. അതേമാതിരി ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ചോറ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ അതിൻ്റെ മേലെ ചോറവിടെ പരത്തി കൊടുത്താൽ മതി. ഇത് കുറച്ച് സാഫ്രോണാണ്.
അതിൽ കുറച്ച് മഞ്ഞൾ ഇറക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടും നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഉള്ളി പൊരിച്ചതിൽ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഗരം മസാലയാണ് ഈ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനെ കൊണ്ട് കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവാള കുറച്ചിട്ട് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായി നല്ല മണമൊക്കെ ഉണ്ട്. ചോറ് ഒരു 5-10 മിനിറ്റ് അവിടെ അടുപ്പത്ത് കിടക്കട്ടെ ചെറിയ തീയിൽ. അപ്പം നല്ലൊരു മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മൾ ബിരിയാണി ഉണ്ടോ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ചൂടുള്ള ബിരിയാണി ഉണ്ടാക്കി. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കാം. ഷെയർ ചെയ്യും വേണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും വേണം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള മട്ടൻ ബിരിയാണി ഇതുപോലെ വറുത്തിട്ട് വെച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വറുത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കനും ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേട്ടെ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാൻ കണ്ടോ നല്ല ചൂടുള്ള ബിരിയാണി. ഓക്കെ, ബൈ.